രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഭൂനികുതി കുത്തനെ കൂട്ടിക്കൊണ്ടാണ്. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് 5 രൂപ എന്നുള്ളത് 7.5 രൂപയായിട്ട് മാറും. ഉയർന്ന സ്ലാബ് നിരക്കായ ഒരാറിന് 30 രൂപ എന്നുള്ളത് 45 രൂപയായി മാറും. ഭൂനികുതി പരിഷ്കരണത്തിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാരുടെ പ്രതീക്ഷയായിരുന്ന പെൻഷൻ തുകയും വർദ്ധിപ്പിക്കാതെയാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനം. പെൻഷന്റെ 3 ഗഡു കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമാണ് മന്ത്രി നിയമസഭയെ അറിയിച്ചത്. 2021 ജൂണിലെ ബജറ്റിലാണ് അവസാനമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയെ സംസ്ഥാനം അതിജീവിച്ചെന്ന് ബജറ്റ് അവതരണത്തിനിടെ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും നികുതി പുനഃക്രമീകരിക്കുക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8% നികുതിയും 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപ അധിക വരുമാനമുണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇതെല്ലാമാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു DA കൂടി. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡു ഈ വർഷം. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു ഈ മാസം. പെൻഷൻ കുടിശ്ശികയുടെ 2 ഗഡുവും ഈ വർഷം. വയനാടിന് 750 കോടി. ദുരന്ത ബാധിതർക്ക് കൂടുതൽ ധനസഹായം. വിഴിഞ്ഞം അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികൾ. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം. അതിവേഗ റെയിൽപാത അനിവാര്യം. തെക്കൻ കേരളത്തിന് പുതിയ കപ്പൽ നിർമ്മാണശാല. ലോക കേരള കേന്ദ്രം സ്ഥാപിക്കും. കെ-ഹോംസ് പദ്ധതികളുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ. ലൈഫ് പദ്ധതിയിലൂടെ 1 ലക്ഷം വീടുകൾ ഈ വർഷം പൂർത്തിയാക്കും. കണ്ണൂരിൽ IT പാർക്ക്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 700 കോടി. കൊച്ചി മുസിരിസ് ബിനാലയുടെ 2025-26 എഡിഷനായി 7 കോടി. ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് ഹൈഡ്രജൻ വാലി പദ്ധതി ആരംഭിക്കും. കൊല്ലത്ത് കിഫ്ബി കിൻഫ്ര സഹകരണത്തിൽ IT പാർക്ക്. ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് സെന്ററുകൾ ഒരുക്കും. ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് 50 കോടി രൂപ വരെ വായ്പ നൽകും. വയോജന പരിചരണത്തിനായി 50 കോടി. ഡിജിറ്റൽ ശാസ്ത്ര പാർക്കിന് 212 കോടി. AI വികസനത്തിന് 10 കോടി. കാലാവധി കഴിഞ്ഞ് സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ 100 കോടി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ 2 കോടി. സീപ്ലെയിൻ ടൂറിസം, ഹെലിപാഡുകൾ, ചെറു വിമാനത്താവളം എന്നിവയ്ക്ക് 20 കോടി. വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിന് 5 കോടി. ധർമ്മടത്ത് ഗ്ലോബൽ ഡയറി വില്ലേജിന് 130 കോടി. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ 48.85 കോടി. കണ്ണൂർ വിമാനത്താവളത്തിന് 75.51 കോടി. കാസർഗോഡ് മയിലാട്ടിയിൽ ബാറ്ററി എനർജി സോളാർ സിസ്റ്റം. KSRTCക്ക് 178.96 കോടി. പമ്പ സന്നിധാനം നടപ്പാത വികസനത്തിന് 47.97 കോടി എന്നിങ്ങനെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ.